ഇന്ത്യ വാസ് ഖത്തർ മത്സരം ലീഡ് ചെയ്തിരുന്നു. പിന്നീട് 2 ഗോൾ വാങ്ങി ഇന്ത്യ ഒരു വേൾഡ് കപ്പ് യോഗ്യത ഫുട്ബോൾ മത്സരത്തിനൊക്കെ റെഫറി നിൽക്കാൻ വരുന്നവൻ്റെ ഒക്കെ ഒരു അവസ്ഥയും ഭയങ്കര തന്നെ. ഇന്നലത്തെ ഇന്ത്യ വാസ് ഖത്തർ മത്സരം ഇന്ത്യ 1 ഗോളിന് ലീഡ് ചെയ്തിരുന്നു. പിന്നീട് 2 ഗോൾ വാങ്ങി ഇന്ത്യ കളി തോറ്റു. അപ്പോൾ ആ കളിയിൽ സംഭവിച്ച 2 കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായി ലഭിക്കേണ്ടിയിരുന്ന ഒരു പെനാൽറ്റി, ലഭിക്കാമായിരുന്ന ഒരു പെനാൽറ്റി, ഒരു ബിഹൈൻഡ് ടേക്ക്, അത് അനുവദിച്ചില്ല. ഈ വീഡിയോ through on goal. Oh, Manveer, here's another chance, and I think there was a tackle from behind, but the referee, Alethi. Let's have a look at that replay again. Pranav, it's a gilt-edged opportunity for India. Manveer cannot convert. കണ്ടില്ലേ, ഇത് ഒരു പെനാൽറ്റി കിട്ടാവുന്ന ഒരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി റെഫറി കാണാതിരിക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പെനാൽറ്റി അല്ലേ, പോട്ടെ, വിട്ട്, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതായത് 1-0 ഇന്ത്യ ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഖത്തർ ഇന്ത്യയുടെ പോസ്റ്റിലേക്ക് അടിക്കുന്ന ആദ്യത്തെ ഗോൾ. If they have a case, that is absolutely, there's no doubt about it. There can be no doubt about it. This ball has gone out. All of it has gone out. That has been pulled back. Wow. And that has been scored by Qatar. Wow. And surely somebody has to see this, and that goal has to be disallowed. ഇങ്ങനെയാണ് ഖത്തർ ഇന്ത്യക്കെതിരെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തത്. അതായത് 1 ഗോൾ അടിച്ച് ഇന്ത്യ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഖത്തർ ഗോൾ അടിച്ച രീതിയാണ് ഇത്. മേ ബി ഗോൾ അടിച്ച എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ണുപൊട്ടന്മാരാണോ റഫറിമാരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കൃത്യമായിട്ട് പുറത്ത് പോയൊരു പന്ത്, ഒരു കോർണർ ആവേണ്ട പന്ത്, കോർണർ ആയിട്ടുള്ള പന്ത്, കോർണർ കിക്ക് അനുവദിക്കേണ്ട പന്ത്, കാരണം ഗുർപ്രീതിൻ്റെ കാലിൽ തട്ടിയിട്ടാണ് പന്ത് പുറത്ത് പോകുന്നത്. അങ്ങനെ ഒരു പന്ത് ഔട്ട്ലൈന് പുറത്ത് നിന്നെടുത്ത് അകത്തേക്ക് ഇട്ട് കൊടുത്ത് ആ പ്ലെയർ അത് വളരെ സിമ്പിളായിട്ട്, അയാളത് ഗോൾ സ്കോർ ചെയ്തതാണോ എന്ന് പോലും അറിയില്ല, അയാളത് വളരെ സിമ്പിളായിട്ടാണ് ആ പന്ത് തട്ടുന്നത്. അങ്ങനെ തട്ടി പോസ്റ്റിലേക്ക് ഇടുന്നു. റെഫറി ഉടനെ വിസിലും അടിച്ച് കയ്യും ചൂണ്ടി നിൽക്കുക. ഈ ഫിഫയോടൊക്കെ പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതുപോലത്തെ മത്സരങ്ങൾ നടത്തുന്ന ആളുകളോടൊക്കെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറഞ്ഞ പക്ഷം കണ്ടത്തിലെ ഫുട്ബോൾ കളിയെങ്കിലും കണ്ടിട്ടുള്ള, അതായത് ഇവിടെ ഈ നമ്മളെ നാട്ടിലൊക്കെ കണ്ടം കളി എന്ന് പറയും, ഈ കണ്ടത്തിലെ ഫുട്ബോൾ കളിയെങ്കിലും കണ്ടിട്ടുള്ള ആളുകളെ, മിനിമം അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കണം. കാരണം ഇത്രയും കൃത്യമായ വിട്ടുപോയൊരു ബോൾ, പുറത്ത് പോയൊരു ബോൾ, ഗ്രൗണ്ടിന് പുറത്ത് പോയ ബോൾ, ആ ബോൾ എടുത്ത് ഗോൾ അടിച്ചിട്ട് അത് അനുകൂലമായിട്ട് ഗോൾ വിളിച്ചിരിക്കുന്നു. അതിനെതിരെ പറയാൻ പോയവന് മഞ്ഞക്കാടും കൊടുത്തിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഒരു രാജ്യം മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ടീം ഒരു ലോകകപ്പ് യോഗ്യത നേടി ലോകകപ്പ് കളിക്കും എന്ന് 100 കോടി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്നാണ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ചാൻസ് ഉണ്ടാവുക. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു തലത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇങ്ങനത്തെ കൊള്ളാവുന്ന കണ്ണ് കാണാത്ത റഫറിമാർ ഈ സൈസ് പണി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ഗോൾ ഇല്ലെങ്കിൽ ഇന്നലെ കളി സമനില മാത്രമേ ഉള്ളൂ. പിന്നീട് അവരൊരു ഗോളും കൂടി അടിച്ചു. ചിലപ്പോൾ ആ ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ സമനില പോലും ആവത്തില്ലായിരുന്നു. ആ കളി ഇന്ത്യക്ക് അനുകൂലമായിട്ട് തീരുകയും ചെയ്തു. ശരി, അപ്പോൾ കളി കാണാത്ത ഒരു ഹൈലൈറ്റ്സൊക്കെ ഒന്ന് എടുത്തിട്ട് കാണുക കേട്ടോ. സൂപ്പറാണ്. നല്ല രീതിയിലുള്ള കളിയായിരുന്നു. പക്ഷേ ഇതായിരുന്നു കളീൻ്റെ അവസ്ഥ.